പശ്ചിമേഷ്യൻ സംഘർഷം തുടക്കം മുതൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യയെ ദോഷമായി ബാധിക്കുന്നുണ്ട്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എണ്ണ ഇറക്കുമതിയിലാണ്. അത് രാജ്യത്ത് ഇന്ധനവില വലിയ തോതിൽ വർദ്ധിക്കുന്നതിനും വഴിവെച്ചു. അതിന്റെ ദുരിതം ജനങ്ങൾ ഒന്നാകെ അനുഭവിക്കുകയാണ്. അടുത്തിടെ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നത് ഇന്ത്യക്കും ആശ്വാസമായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തുകയും MOU ഒപ്പിടുകയും ചെയ്തു. എന്നാൽ അമേരിക്ക വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആക്രമണം നടത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ഇറാൻ അമേരിക്ക യുദ്ധം വീണ്ടും ശക്തമായിരിക്കുന്നു. അത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ലോകം കാണുന്നത്. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയാണ് സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദു നിൽക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനം. ഹോർമുസിൽ ഇന്ന് 2 UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാൻ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയത്. 2 ടാങ്കറുകളും കത്തി. ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അൽബഹിയ എന്ന ടാങ്കറിൽ 12 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൊംബാസ എന്ന 2ാമത്തെ ടാങ്കറിൽ 18 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ 9 പേർക്ക് പരുക്കുപറ്റിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ കടുത്ത ആശങ്ക ഇന്ത്യ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒമാൻ, UAE രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. ഇറാന്റെ ഡെപ്യൂട്ടി അംബാസഡറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. സിവിലിയൻ സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ആക്രമണം നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്ന ശക്തമായ മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിരിക്കുന്നു. ചരക്ക് നീക്കം സുഗമമായി നടത്താമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. അതിനനുസരിച്ചുള്ള ചരക്ക് നീക്കം നടക്കുമ്പോൾ അതിനെതിരെ ഇത്തരം ആക്രമണം ഉണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ല. എത്രയും പെട്ടെന്ന് ആക്രമണം നിർത്തണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അമേരിക്കയിൽ വെച്ച് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സംഭവത്തെ ഇന്ത്യ ഗൗരവമായി തന്നെ കാണുന്നു എന്നാണ് ഔദ്യോഗിക പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ടെഹ്റാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതാണ് ഇറാനെ ചൊടിപ്പിച്ചതും UAE ടാങ്കറുകൾ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചതും. അമേരിക്കയുടെ ആക്രമണങ്ങൾക്കെല്ലാം ഇറാൻ തിരിച്ചടി നൽകിയത് തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങൾക്കായിരുന്നു. ഖത്തർ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ അമേരിക്കയുടെ നാവികത്താവളങ്ങളാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ആക്രമണത്തിന് അമേരിക്കയാണ് കാരണമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ജൂൺ 17-നാണ് ഇരു രാജ്യങ്ങളും 14 ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. തുടർന്നുള്ള 60 ദിവസത്തിനകം അന്തിമ കരാറിന്റെ നിബന്ധനകൾ ചർച്ച ചെയ്ത് രൂപം നൽകുമെന്നതായിരുന്നു ധാരണ. ഈ ധാരണാപത്രത്തിലെ 5-ാം ക്ലോസിൽ പറയുന്നത് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടികൾ ഇറാൻ സ്വീകരിക്കും എന്നാണ്. എന്നാൽ ഇത് ലംഘിച്ച് ഒമാന്റെ സമുദ്രാതിർത്തിയിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്കയുടെ നേതൃത്വത്തിൽ കപ്പൽ ഗതാഗതം നടത്തി. ഈ പാത വഴി സഞ്ചരിച്ച UAE-യുടെ 2 ടാങ്കറുകളാണ് ഇറാൻ ആക്രമിച്ചത്. എന്തായാലും സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.